നമസ്കാരം. വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ നടത്തിയ ശ്രമങ്ങൾ ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ്. എന്തിനാണ് വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി താങ്ങി നടക്കുന്നത് എന്ന് ചില സഖാക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതൊരു തന്ത്രമാണ്, തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള തന്ത്രമാണ്, നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രമാണ്, ഹിന്ദു വോട്ടുകൾ നേടുന്നതിന് വേണ്ടിയുള്ള തന്ത്രമാണ് എന്നാണ് ചിലരൊക്കെ എന്നോട് പറഞ്ഞത്. ഈ മുസ്ലിം വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയാൽ ശരിയാകില്ല, അവരെ മാത്രം സുഖിപ്പിച്ചു നിർത്തിയാൽ ശരിയാകില്ല. ഇപ്പുറത്ത് വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ വർഗീയത പറയുമ്പോൾ ആ വർഗീയതയോട് ചേർന്ന് നിന്നാലേ ഇനി ഹിന്ദു വോട്ടുകൾ ലഭിക്കുകയുള്ളൂ എന്നതാണ് സഖാക്കൾ പറഞ്ഞതിന്റെ ചുരുക്കം. എന്തായാലും ആ ശ്രമം, വെള്ളാപ്പള്ളി നടത്തിയ ശ്രമം, വെള്ളാപ്പള്ളിയെ കൊണ്ട് ആരാണ് പറയിച്ചത് എന്നതൊക്കെ ഈ സഖാക്കൾ പറഞ്ഞ ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാണ്. ആ ശ്രമം ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ്. നേരത്തെ ഇടതുപക്ഷം വിജയിച്ച സീറ്റാണ് വിഴിഞ്ഞം സീറ്റ്. ഈ സീറ്റിൽ മറ്റാർക്കും വിജയിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം തിരുവനന്തപുരത്തെ സഖാക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ അവിടെ വിജയിച്ചത് UDF ആണ്. UDF LDF വിജയിക്കട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി ഇവിടെ പരമാവധി ചേർത്ത് നിർത്തിയതും ആ ഒരു തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് എന്ന് സഖാക്കൾ പറഞ്ഞ സ്ഥിതിക്ക് വിഴിഞ്ഞത്ത് എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ FBയിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് എന്താണ് സംഭവിച്ചത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ് ആ കുറിപ്പ്. ആ കുറിപ്പ് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. വിഴിഞ്ഞത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 5 വർഷം മുമ്പ് BJP നേടിയത് 500-ൽ താഴെ വോട്ടുകൾ മാത്രമാണ്. എന്നാൽ ഇത്തവണ BJP 2434 വോട്ടുകൾ നേടി. അതായത് 30% വോട്ട് BJPക്ക് വിഴിഞ്ഞത്ത് ലഭിച്ചു. എന്തായാലും 38% മാത്രമാണ് വിഴിഞ്ഞത്ത് ഹൈന്ദവ വോട്ടുകൾ. 38% മാത്രം ഹൈന്ദവ വോട്ടുകൾ ഉള്ള ഒരു വാർഡിലാണ് 30% വോട്ട് BJP നേടിയിരിക്കുന്നത്. ഇതൊരു വലിയ മുന്നേറ്റമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ കുറിപ്പും അത്തരത്തിലുള്ളത് തന്നെയാണ്. കേവലം 38% ഹിന്ദു വോട്ടർമാർ ഉള്ള വിഴിഞ്ഞത്ത് 30% വോട്ട് BJP നേടിയിരിക്കുന്നു. കേരളത്തിൽ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം അസാധ്യമല്ലെന്ന് വിഴിഞ്ഞം തെളിയിച്ചു. ഒപ്പം ക്രൈസ്തവ വോട്ടുകളും BJPക്ക് നേടാനായി. ഇടത് വലത് മുന്നണികൾക്കുള്ള മുന്നറിയിപ്പാണിത്. നിങ്ങൾ കോട്ടകൾ എന്ന് അവകാശപ്പെടുന്നതൊക്കെ തകർക്കപ്പെടും, സംശയം വേണ്ട. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സൂചനയാണ് 62% മുസ്ലിം ക്രിസ്ത്യൻ വോട്ടർമാർ ഉള്ള വിഴിഞ്ഞത്തെ BJPയുടെ ഉജ്ജ്വല മുന്നേറ്റം. അതായത് ക്രൈസ്തവ വോട്ടുകളും BJPക്ക് നേടാനായി. ഹൈന്ദവ വോട്ടുകൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ നേരത്തെ നേടിയതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ BJPക്ക് നേടാനായി. നായാടി മുതൽ നമ്പൂതിരി വരെ ഒരുമിച്ച് നിൽക്കണം, അതാണ് ഹിന്ദു ഐക്യം. അങ്ങനെയാകണം കേരളത്തിൽ, അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ നാഴികക്ക് 40 വട്ടം ആവശ്യപ്പെട്ടിരുന്നത്. മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മന്ത്രിമാരായിട്ടുള്ള ഒരു മന്ത്രിസഭയോ കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ നമ്മളൊക്കെ ഇവിടെ നിന്ന് നാട് വിട്ടു പോകേണ്ടി വരും. അതാണ് കേരളത്തിലെ നിലവിലെ അവസ്ഥ. അതുപോലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് കേട്ടാണ് പിണറായി വിജയൻ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഈ സർക്കാർ ഭരിക്കുന്നത് എന്നൊക്കെ നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നതാണ്. അതുപോലെ മുസ്ലിം ലീഗിനെതിരെയും വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും കടന്നാക്രമിച്ചു. മലപ്പുറത്തൊന്ന് ശ്വാസം വിടാൻ പോലും കഴിയില്ല എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ആ പരാമർശത്തിലൊന്നും മുഖ്യമന്ത്രി വർഗീയത കണ്ടില്ല, വിദ്വേഷം കണ്ടില്ല. വെള്ളാപ്പള്ളിയാണ് ശരി എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി. എന്തായാലും ഇപ്പോൾ സംഭവിച്ചതിനെ കുറിച്ച് ഒരു പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. സഖാക്കൾ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഉള്ളു ശുദ്ധമാണ് എന്നതൊക്കെ ശരിയായിരിക്കാം, വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള തന്ത്രവുമായിരിക്കാം. പക്ഷേ ഈ തന്ത്രം വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. വിഴിഞ്ഞം നമുക്ക് നൽകുന്ന പാഠം അതാണ്. BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ഇതേ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സഖാവ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പിണറായിയുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ട് പിണറായിയുടെ മനസ്സിൽ വർഗീയതയില്ല, വെള്ളാപ്പള്ളി നടേശനെ സപ്പോർട്ട് ചെയ്യുന്നത് ഹൈന്ദവ വിഭാഗങ്ങളുടെ വോട്ട് നേടുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ വിഴിഞ്ഞത്തെക്കുറിച്ച് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇതുവരെ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ നടത്തിയ പരിശ്രമത്തിന്റെ ഒരു ഫലം ഉണ്ടാകും. അത് വിജയം കാണാതിരിക്കില്ല, പക്ഷെ അത് കിട്ടുന്നത് ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് സഖാക്കളെ. അതിൽ കൂടുതലൊന്നും പറയാനില്ല.